തുടക്കത്തിൽ ഇപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും ഒരു പക്ഷേ ഞാൻ പെട്ടെന്ന് ഇമോഷണലായി പോവാം. ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നുന്ന നിമിഷങ്ങളാണ്. ഇപ്പോൾ എൻ്റെ വികാരം എന്താണെന്ന്, സന്തോഷമാണോ സങ്കടമാണോ എന്താണെന്ന് എനിക്ക് സത്യത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം അത് മനസ്സിലാകണമെങ്കിൽ ഒരുപക്ഷെ നിങ്ങളും ഇതുപോലെ വർഷങ്ങൾക്ക് ശേഷം ഈ വേദിയിൽ കയറി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ആദരവ് കിട്ടുമ്പോൾ, പഠിച്ച വിദ്യാലയത്തിൽ നിങ്ങൾക്കൊരു ആദരവ് കിട്ടുമ്പോൾ ആ ഒരു നിമിഷം അത് എന്തായിരിക്കുമെന്ന് അപ്പോൾ മാത്രമാണ് നമുക്ക് സ്വന്തം മനസ്സിലാവുക. ഒരുപാട് ഒരുപാട് സന്തോഷം. ജീവിതത്തിൽ എന്താവണം, അല്ലെങ്കിൽ നമ്മൾ എന്തായി തീരും, എന്താവണം നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ മാത്രം പോയി. അതിലേക്കുള്ള നമ്മളുടെ 100% നമ്മളുടെ ആഗ്രഹങ്ങൾ അത് നമ്മൾ തീരുമാനിക്കേണ്ട ഒരു പ്രായമുണ്ട് ജീവിതത്തിൽ. ഓരോരുത്തരും ചിലപ്പോൾ ഞാൻ എന്താവണമെന്ന് ആഗ്രഹിക്കുന്ന അവർ തീരുമാനിക്കുന്നത് ചിലപ്പോൾ ഒരുപാട് വൈകിയായിരുന്നു, ചിലപ്പോൾ വളരെ നേരത്തെ ആയിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഏകദേശം ഒരു 15 വയസ്സ് 16 വയസ്സിൽ ഞാൻ ഈ കോളേജിൽ വന്ന് ഫസ്റ്റ് ഡിഗ്രി ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ എന്തായിരുന്നെങ്കിലും ജീവിതത്തിൽ നിന്ന് ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നും ഞാൻ ആലോചിക്കുമായിരുന്നു. ഫാമിലിയിൽ നിന്ന് ആലോചിക്കും, അപ്പുറത്ത് പെൺകുട്ടികളുടെ വെയിറ്റീഷൻ, അങ്ങനെ നല്ല ഉയരമുള്ള വിദ്യാർത്ഥി ആയതുകൊണ്ട് എന്നെ ഇവിടുത്തെ PT മാസ്റ്റർമാരെല്ലാം ചേർത്ത് ബാസ്കറ്റ്ബോൾ കളിക്കാനായിട്ട് ഈ ഗ്രൗണ്ടിൽ കൊണ്ട് എന്നും വെയിലത്ത് നിർത്തുമായിരുന്നു. പക്ഷെ ആ സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇത് എൻ്റെ ജോലിയല്ലല്ലോ ജീവിതം. കുറേ നേരം ഞാൻ ആലോചിച്ചു, പന്തവിടെ വെച്ചിട്ട് ഞാൻ വേണ്ട ഉപേക്ഷിച്ചു. അതിനുശേഷം രാഷ്ട്രീയത്തിൽ ശ്രീ എൽദോസിനോടൊപ്പം ഞാൻ ഈ കോളേജിൽ മത്സരിച്ച് തോന്നി. അപ്പോഴും ഞാൻ ആലോചിച്ചു, രാഷ്ട്രീയമല്ല നമുക്ക് പറഞ്ഞിട്ടുള്ളത്, വേറെ എന്തോന്നുണ്ട്. അത് ഞാൻ ഇങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കോളേജ് ഡേ ഫെസ്റ്റിവലിലാണ് ഞാൻ ആദ്യമായി തൊട്ടപ്പുറത്ത് വേദിയിൽ നിന്ന് ഒരു മിമിക്രി അവതരിപ്പിക്കുന്നത്. ആ മിമിക്രി അവതരിപ്പിച്ചതിന് അടുത്ത ദിവസം ഞാൻ ഈ ക്യാൻറ്റീൻ്റെ അവിടെ ചെല്ലുമ്പോൾ അന്ന് വരെ എൻ്റെ മുഖത്ത് പോലും നോക്കാത്ത പെൺകുട്ടികൾ മുഴുവൻ എൻ്റെ ഒന്ന് കാണിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതത്തിൽ ഇതാണ് ഞാൻ നോക്കിയിരുന്ന കാര്യം എന്നുള്ളത് എനിക്ക് ഈ ക്യാൻറ്റീൻ്റെ മുമ്പിൽ വെച്ചാണ് മനസ്സിലാവുന്നത്. ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മുമ്പോട്ടുള്ള യാത്രകളിൽ ഒരുപാട് സഹായിച്ചിട്ടുള്ളത് ഈ കോളേജിൻ്റെ അന്തരീക്ഷവും ഇവിടെ നിന്ന് പഠിച്ച കാര്യങ്ങൾ. നേരത്തെ ബഹുമാനപ്പെട്ട ജഡ്ജ് സൂചിപ്പിക്കുകയുണ്ടായി, ഇവിടെ നിന്നും പാഠപുസ്തകത്തിൽ നിന്നും പഠിച്ച വാക്കുകളല്ല എന്നെ ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചത്. സത്യമാണ്, അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു വഴിയിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനങ്ങളിൽ എത്തിക്കുന്നത്. തീർച്ചയായിട്ടും എൻ്റെ അനുഭവങ്ങൾ എല്ലാം തന്നെ, ഇപ്പം മിമിക്രി എന്ന് പറയുന്നത് ഞാൻ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുക്കാൻ സാധിച്ചെങ്കിൽ അതിൻ്റെ എല്ലാം ഉത്ഭവം ഈ കോളേജിൽ നിന്നാണ്. ഒരു ചെറിയ ഉദാഹരണം പറയാം. തൊട്ടടുത്തുള്ള താടമ്പരി ന്യൂ ലോഡ്ജ്, ആ കാലഘട്ടത്തിൽ ലോഡ്ജായിരുന്നു, ബാറല്ലായിരുന്നു. ഞങ്ങളുണ്ടായിരുന്ന ബാറ് താഴെയായിരുന്നു, വട്ടപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെ ലോഡ്ജിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, കാഞ്ഞൂരിൽ നിന്നും വന്നിരുന്ന ഒരു സുഹൃത്ത് പറഞ്ഞു, എൻ്റെ ഇളയപ്പൻ ടേപ്പ് റെക്കോർഡർ എന്ന് പറയുന്ന സാധനം അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ടേപ്പ് റെക്കോർഡർ എന്ന് പറയുന്നത് വളരെ അപൂർവമായി ആരും തന്നെ കണ്ടിട്ടില്ല. കേരളത്തിൽ തന്നെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ സംശയമാണ്. ഇത് വെളിനാടുകളിൽ മാത്രം ഇറങ്ങിയിട്ടുള്ള ഒരു സമയത്തായിരുന്നു ടേപ്പ് റെക്കോർഡർ. അവൻ പറഞ്ഞു, എൻ്റെ വകയിൽ ഇളയപ്പൻ അമേരിക്കയിലെ ടേപ്പ് റെക്കോർഡർ കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഞെക്കിക്കഴിഞ്ഞാൽ പാട്ട് കേൾക്കാം, വേറെ സ്വിച്ച് ഞെക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ശബ്ദങ്ങൾ അത് റെക്കോർഡാവും, തിരിച്ച് നമുക്ക് കേൾക്കാൻ കഴിയും. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. എങ്കിൽ പിന്നെ ഒരു ദിവസത്തേക്ക് അത് നീ ഒന്ന് കൊണ്ടുവരുന്നേ ചോദിച്ചു. അവൻ പറഞ്ഞു, ഇളയപ്പൻ സ്വത്ത് പോലെ സൂക്ഷിച്ച് അലമാരിക്കകത്ത് വെച്ചിട്ട് സാധനമാണ്, എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ അവിടെ
നെഞ്ചി ചോദിച്ചു എങ്ങനെയെങ്കിലും നടക്കും. കാരണം എന്റെ ശബ്ദങ്ങൾ മിമിക്രി എന്ന് പറയുന്ന ശബ്ദം ഞാൻ കാണിക്കുന്നത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി മാത്രം പേപ്പർ കടർ എന്ന് പറയുന്ന സാധനം. അങ്ങനെ ഒരുപാട് ദിവസങ്ങളുടെ എന്റെ പരിശ്രമത്തിന്റെ ഫലമായി ഒരു ദിവസം അവൻ ഇളയാപ്പെന്നറിയാതെ ഈ പേപ്പർ കടർ മോഷ്ടിച്ച് ഈ കാതൽപ്പടി ലോകത്തിൽ കൊണ്ടുവന്നു. അങ്ങനെ മുറി അടച്ചിട്ട് ഞാനും അവരും കൂടി മണിക്കൂറുകളോളം, അതായത് ശബ്ദം പ്രേമസ് ഞാൻ പറഞ്ഞു നോക്കുക, മധുവിന്റെ ശബ്ദം പോലെ പറഞ്ഞു നോക്കുക, ശിവാജിയുടെ ശബ്ദം പോലെ അഭിനയിക്കുക, പാമ്പുകൾക്ക് മാളമുണ്ടെന്നുള്ള പാട്ടുപാട്, അങ്ങനെ ഇത് മുഴുവൻ രണ്ടാമത് തിരിച്ചെന്റെ ശബ്ദത്തിൽ ഒപ്പിക്കുന്നത് കേട്ടപ്പോൾ അന്നുണ്ടായിരുന്ന സന്തോഷം ഒരുപാടായിരുന്നു. അതായിരുന്നു എന്റെ മിമിക്രിയുടെ തുടക്കം. പക്ഷേ ആ കാസറ്റ് പൂർണ്ണമായിട്ടും റെക്കോർഡ് ചെയ്ത് തീർന്നപ്പോൾ അവൻ നെഞ്ചത്ത് പടച്ചോറി എന്ന് പറഞ്ഞ് അടിച്ചിട്ട് ബോധങ്ങളോട് വീണു. ഞാൻ ചോദിച്ചു എന്തിനു ചോദിച്ചു. ഇപ്പോഴാണ് ഒരു കാര്യം ഓർക്കുന്നത്. ഇത് ഇളയപ്പന്റെ അമ്മ ഉമ്മുമ്മ മരിക്കുന്നതിന് മുമ്പ് ആ തള്ളയുടെ ശബ്ദം മുഴുവൻ റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ്. വൈകുന്നേരമായ ഇളയാപ്പന്റെ ഏക വിനോദം രണ്ടെണ്ണം അടിച്ചിട്ട് ഈ തള്ളയുടെ ശബ്ദം കേൾക്കാൻ കഴിയില്ല. ഇയാള് വൈകുന്നേരം രണ്ടെണ്ണടിക്കാൻ ശബ്ദം കേൾക്കാൻ ഇതിനു വേണ്ടി മാത്രം ഇയാൾ സൂക്ഷിച്ചു വെച്ചിരുന്ന ഈ കാസറ്റ് ഇത് മുഴുവൻ മാഞ്ഞുപോയി. ഇത് മൊത്തം മാറ്റിയിട്ട് പ്രേമസേനത്തിന്റെ മറ്റേ ശബ്ദമാണ് അതിനകത്ത് കിടക്കുന്നത്. ഇനി ഇളയപ്പന്റെ മുമ്പിൽ ഇത് എങ്ങനെ കൊണ്ടുപോയി അവർ പറയും ഞാൻ ആത്മഹത്യ ചെയ്തിട്ടുള്ള കാര്യം. കാരണം ഇത് കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഇളയപ്പൻ അമേരിക്കയിൽ കൂടെ കൊണ്ടു കിടക്കുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഇളയപ്പൻ തള്ളയുടെ ശബ്ദം കേട്ടാൽ പോലെ ഓൺ ചെയ്യാൻ പറഞ്ഞിട്ട് എന്റെ മനോധർമ്മത്തിൽ ഒരു തള്ളയുടെ ശബ്ദത്തിൽ ആ ഫുൾ കാസറ്റ് ഞാൻ റെക്കോർഡ് ചെയ്തു. സത്യം പറഞ്ഞാൽ വർഷങ്ങളോളം അയാൾ കേട്ട് കരഞ്ഞത് എന്റെ ശബ്ദമായിരുന്നു. ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടപ്പോൾ അങ്ങനെ തട്ടിപ്പോയി. അങ്ങയുടെ മകൻ ഇപ്പോഴും അമേരിക്കയിലെ ശബ്ദം കേട്ട് ഉമ്മയുടെ ശബ്ദം കൊണ്ട് കരയുന്നു. അതിന് എന്റെ ശബ്ദമാണ്. ഈ കാലങ്ങളിൽ നിന്നായിരുന്നു മിമിക്രിയുടെ തുടക്കം. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ ഈ കലാലയത്തെ കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു അനുഭവം ഞാൻ പലപ്പോഴും പല വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു റിപ്പീറ്റേഷൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, ആവർത്തന വ്യവസ്ഥയായി തോന്നുകയാണെങ്കിൽ ക്ഷമിക്കുക. ഈ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു വാരസ്യ കുട്ടിയുമായിട്ട് എനിക്ക് ചെറിയ പ്രേമമുണ്ടായിരുന്നു. വാരസ്യരെ എവിടെ നിന്ന് വരുന്നോ ആരെന്നൊന്നും ഞാൻ പറയില്ല. ആ വാരസ്യ കുട്ടിക്ക് തിരിച്ച് എന്നോട് ആ സ്നേഹം ഉണ്ടായിരുന്നു. വാരസ്യ കുട്ടി കാണാൻ നല്ല സുന്ദരിയായിരുന്നു. എപ്പോഴും വാരസ്യ നടന്നു വരുന്ന വഴിക്ക് ബസ് സ്റ്റോപ്പിൽ ഞാൻ ആ കുട്ടിയുടെ കൂടെ വരും, തിരിച്ചു പോകും. അങ്ങനെ 2 വർഷത്തോളം വാരസ്യരുടെ പുറത്ത് നടന്നിട്ടും ഒരു പ്രാവശ്യം പോലും ആ കുട്ടിയുടെ മുഖത്തൊന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഒരു ദിവസം വാരസ്യരുടെ വീടിന്റെ മുമ്പിൽ കൂടെ ഞാൻ സൈക്കിളിൽ പോയപ്പോൾ വാരസ്യരുടെ തള്ള വന്നിട്ട് പറഞ്ഞു നിന്റെ കണ്ണിയെ കുത്തിപ്പൊട്ടിക്കുന്നു. അങ്ങനെ കോളേജ് അവസാനിക്കുന്ന ദിവസം കലാലയം ഒരു ഫെസ്റ്റിവൽ നടത്തിയായിരുന്നു അപ്പുറത്തെ സ്റ്റേജിൽ വെച്ച്. അങ്ങനെ വളരെ നല്ല നർത്തകിയായ ഈ വാരസ്യരെ ഡാൻസിന് വേണ്ടി വേഷം കെട്ടി തൊട്ടപ്പുറത്ത് നിൽക്കുന്നു. അപ്പൊ തോന്നി ഇത് അവസാന നിമിഷങ്ങളാണ്, കോളേജ് കഴിയാൻ പോകുന്നത്. ഇപ്പോഴെങ്കിലും എന്റെ മുഖത്തൊന്നും നോക്കുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ പല ആംഗിളിൽ നിന്ന് നോക്കി. വാരസ്യർ എന്റെ മുഖത്ത് മാത്രം നോക്കില്ല. അങ്ങനെ ഒടുവിൽ വാരസ്യർ ഡാൻസ് ചെയ്യാൻ കയറിയപ്പോൾ സ്റ്റേജിൽ കയറി എന്റെ മനസ്സിലുള്ള വിഷമവും സങ്കടവും എല്ലാം കൂടി വന്നിട്ട് ഞാൻ സ്റ്റേജിന്റെ സൈഡിൽ കട്ടൻ വലിക്കാനിരിക്കുന്ന സ്കൗട്ടിൽ ഒരു പയ്യനോട് ചോദിച്ചു, അവസാന ദിവസങ്ങളിൽ കട്ടൻ ഞാൻ വലിച്ചോട്ടെ? അതെന്താ ചേട്ടാ ഇതൊന്ന് വലിച്ചോളാൻ പറഞ്ഞിട്ട് ആ കട്ടനിൽ നിന്ന് വാരസ്യർ ഡാൻസിന് റെഡിയായി കട്ടൻ ഞാൻ പൊക്കി. അപ്പോഴും അവസാന നിമിഷം എനിക്ക് ഉറപ്പുണ്ട് വാരസ്യർ ഒരു പ്രാവശ്യം എന്റെ മുഖത്ത് നോക്കുമോ ഇല്ല. അങ്ങനെ എന്റെ വിഷമം മുഴുവൻ അണ പൊട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ കയറ് ഇതുപോലെ കണ്ട പൊങ്ങിയിരിക്കുകയാണ്. ജീവിതകാലത്തിൽ അഴിക്കാൻ പറ്റാത്ത വിധം ഒരു 10-25 കെട്ടിട്ടങ്ങ് മുറുക്കിയത് ദേഷ്യവും സങ്കടമൊക്കെ. ഡാൻസ് കഴിഞ്ഞ് വാരസ്യർ നൃത്തത്തിന്റെ ഒടുവിൽ ഇങ്ങനെ നിന്നു. പത്രം വീട്ടില്ല, പിള്ളേര് പോലും തുടങ്ങി. കുറേ നേരമായിട്ട് വാരസ്യർ 2-3 മിനിറ്റ് അതിന്റെ ഒറ്റക്കാലിൽ മുന്നോട്ട് പോവുക. എനിക്ക് സന്തോഷമായി. അപ്പോഴത്തേക്ക് മാസം ഒന്ന് കൊണ്ടിട്ട് കത്ത് എടുക്കാൻ പറ്റും, പക്ഷെ ഈ കെട്ടഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഏകദേശം 5 മിനിറ്റോളം നിന്നിട്ട് ഫുൾ പോലായപ്പോ എന്നാ പിന്നെ ഈ ബോധമില്ലാത്ത പെണ്ണിന് 4 നടന്നു പോയപ്പോ